പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSC പരീക്ഷയ്ക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കല്ലേ. ആഗ്നേയരസത്തിലെ എൻസൈമുകൾക്ക് ഉദാഹരണം: ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, മേൽപ്പറഞ്ഞവയെല്ലാം. ശരിയുത്തരം മേൽപ്പറഞ്ഞവയെല്ലാം. മനുഷ്യന്റെ കണ്ണിന്റെ ഏത് ഭാഗത്താണ് ഒരു വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത്? ഐറിസ്, പ്യൂപ്പിൾ, റെറ്റിന, കോർണിയ. ശരിയുത്തരം റെറ്റിന. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാരഘടകം: ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റമിനുകൾ. ശരിയുത്തരം പ്രോട്ടീൻ. താഴെ പറയുന്ന ജീവികളുടെ ഏത് ഗ്രൂപ്പിലാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിന് പുറത്ത് വിഘടിപ്പിക്കപ്പെടുകയും ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്? കൂൺ, ഹരിതസസ്യങ്ങൾ, അമീബ പാരമീസിയം, അമീബ കസ്കുട്ടെ, ഈസ്റ്റ്, കൂൺ, ബ്രെഡ്, പൂപ്പൽ, ശരിയുത്തരം കട്ട, പെയിന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റൈബോന്യൂക്ലിക് ആസിഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. റൈബോസോമുകളിലെത്തി പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നത് മെസഞ്ചർ RNA ആണ്. 2. അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് ട്രാൻസ്ഫർ RNA ആണ്. 3. റൈബോസോമിന്റെ ഭാഗമായി കാണപ്പെടുന്ന RNA ആണ് റൈബോസോമൽ അറേ. 4. RNAയിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസാണ് തൈമിൻ. ശരിയുത്തരം 1, 2, 3. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗ്രഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, ഗ്ലൂക്കേഗോൺ, പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്. ശരിയുത്തരം ഗ്ലൂക്കേഗോൺ. ത്വക്കിലെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളിയേത്? ഡെർമിസ്, എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ശരിയുത്തരം എപ്പിഡെർമിസ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയുത്തരം നൈട്രജൻ. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യഹോർമോൺ ഏത്? ഓക്സിൻ, ജിബ്ബറിനുകൾ, അബ്സിസിക് ആസിഡ്, എഥിലിൻ. ശരിയുത്തരം ജിബ്ബർലിനുകൾ. ലോക ഹൃദയ ദിനം ഒക്ടോബർ 12, സെപ്റ്റംബർ 29, ഏപ്രിൽ 19, സെപ്റ്റംബർ 27. ശരിയുത്തരം സെപ്റ്റംബർ 29. സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണവസ്തു ഏത്? സ്റ്റോമറ്റ, സൈലം, ഫ്ലോയം, ക്ലോറോഫിൽ. ശരിയുത്തരം ക്ലോറോഫിൽ. 2018 ഒക്ടോബറിൽ KRSP എന്ന പേരിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കർണാടക, കേരളം, ജമ്മു ആൻഡ് കശ്മീർ, ജാർഖണ്ഡ്. ശരിയുത്തരം കേരളം. ഒരു ജീവിവർഗത്തിൽപ്പെട്ട ജീവികൾ കാലക്രമേണ ഉണ്ടാകുന്ന ജനിതക വ്യതിയാനങ്ങളിലൂടെ പുതിയ ജീവിവർഗങ്ങളായി കോടുകൊള്ളുന്ന പ്രക്രിയയാണിതാണിത്. ടാക്സോണമി, പുനരുത്പാദനം, സ്പെഷ്യേഷൻ, ഹാപ്ലോയിഡ്. ശരിയുത്തരം സ്പെഷ്യേഷൻ. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിനാണ്: വിറ്റമിൻ എ, വിറ്റമിൻ കെ, വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി. ശരിയുത്തരം വിറ്റമിൻ കെ.
എർഗോ കാൽസിഫറോളും കോളികാൽസിഫറോളും ഏത് വിറ്റാമിന്റെ വകഭേദങ്ങളാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി. ശരിയുത്തരം വിറ്റാമിൻ ഡി. സസ്യങ്ങളിലെ ഇലകൾ വാടാൻ കാരണമാകുന്ന ഹോർമോൺ? അബ്സിസിക് ആസിഡ്, ഓക്സിൻ, സൈറ്റോകിനിൻ, ജിബറലിൻ. ശരിയുത്തരം അബ്സിസിക് ആസിഡ്. പുകവലിയിലൂടെയോ ദീർഘകാലം മലിനീകരണ വായു ശ്വസിക്കുന്നതിലൂടെയോ ആൽവിയോളിയിലെ ഇലാസ്റ്റിക് ടിഷ്യൂവിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന യുഗാവസ്ഥയാണ്? ഹൃദ്രോഗം, എംഫിസം ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ അർബുദം. ശരിയുത്തരം എംഫിസം. താഴെ പറയുന്നവയിൽ വൈറസ് രോഗം ഏതാണ്? ഡിഫ്തീരിയ, മന്ത്, കുഷ്ഠം, ചിക്കൻ പോക്സ്. ശരിയുത്തരം ചിക്കൻ പോക്സ്. താഴെ പറയുന്നവയിൽ ഒരു രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ആന്റിജനെ മാത്രം കാണുന്നു, ആന്റിബോഡിയെ മാത്രം കാണുന്നു. ആന്റിജനുകളായ എ, ബി എന്നിവ കാണുന്നു, ആന്റിബോഡികളായ എ, ബി എന്നിവ കാണുന്നു. ശരിയുത്തരം ആന്റിബോഡികളായ ബി എന്നിവ കാണുന്നു. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ സംഭരിക്കുന്നത് എവിടെ? അസ്ഥികളിൽ, പേശികളിൽ, ഡെൻഡനുകളിൽ, ഇവയൊന്നുമല്ല. ശരിയുത്തരം അസ്ഥികളിൽ. ഏത് ജീവിത ശൈലീരോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ് എന്നിവ? പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഡിപ്രഷൻ. ശരിയുത്തരം അമിതവണ്ണം. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നത്? താടിക്കും കഴുത്തിനും ഇടയിൽ, നട്ടെല്ലിൽ ഇടുപ്പിനും കാൽമുട്ടിനും ഇടയിൽ, ഇടുപ്പിൽ. ശരിയുത്തരം താടിക്കും കഴുത്തിനുമിടയിൽ. താഴെ പറയുന്നവയിൽ ഫോട്ടോ ഓട്ടോട്രോഫുകൾക്ക് ഉദാഹരണമല്ലാത്തതേത്? സയനോബാക്ടീരിയ, ഡയറ്റമുകൾ, ആൽഗകൾ, മെത്തനോജൻസ്. ശരിയുത്തരം മെത്തനോജൻസ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും? 5, 2, 4, 3. ശരിയുത്തരം 4. താഴെ പറയുന്നവയിൽ ന്യൂക്ലിയസിന്റെ വിഭജനഘട്ടമായ അനാഫേസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ക്രൊമാറ്റിഡുകൾ വേർപിരിയുന്നു. 2. കീലദന്തുക്കൾ ക്രോമസോമിന്റെ സെൻട്രോമിയറുമായി ബന്ധിക്കപ്പെടുന്നു. 3. ക്രൊമാറ്റിഡുകൾ ഇരുധ്രുവങ്ങളിലേക്കും നീങ്ങി പുത്രികാ ക്രോമസോമുകൾ ആയി മാറുന്നു. 4. ക്രോമസോമുകൾ ഇരട്ടിക്കുന്നു. ശരിയുത്തരം 1, 3. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ കോശങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണ്? ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ. ശരിയുത്തരം വെളുത്ത രക്താണുക്കൾ. ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തമൊഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യം ഏതു പ്രക്രിയയിലൂടെയാണ് ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നത്? ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇവയൊന്നുമല്ല. ശരിയുത്തരം ഡിഫ്യൂഷൻ. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്? കരൾ, തലച്ചോറ്, ഹൃദയം, വൃക്ക. ശരിയുത്തരം ഹൃദയം. ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.